ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. അസന്മാർഗരിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണമെന്ന് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും സാധിക്കണം. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, നന്മയുടെ പാതയിലൂടെ നടക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം നിൻ്റെ മേൽ ചൊരിയപ്പെടും. നിങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനായി അനുദിനവും വചനം വായിക്കുക, വചനം വഴി വിശുദ്ധീകരിക്കപ്പെടുക, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഇസ്രായേൽ ജനത്തോട് കർത്താവ് അരുൾ ചെയ്തു, വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നെറ്റിയിലും ഒരു മുദ്രയായി പതിക്കണം. അത് നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും.